ത്രികോണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ചതുരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഈ ത്രികോണങ്ങളെ കൊണ്ടുള്ളൊരു കളിയാണ്. അതിൻ്റെ ജാമതീയ രൂപമാണ് ശ്രീചക്രം തുടങ്ങിയത്. തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ശക്തിയുള്ള തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ശ്രീചക്രം. സാധാരണക്കാർക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ത്രികോണമുണ്ട്. ആ ത്രികോണം എന്ന് പറഞ്ഞാൽ സമത്രികോണമാകണമെങ്കിൽ മൂന്നിൻ്റെയും വലിപ്പം ഒപ്പാവണം. ത്രികോണം എന്ന് പറഞ്ഞാൽ മുകളിലൊരു വര, പിന്നെ 2 വരം കെട്ട്, അപ്പൊ ത്രികോണമായി. 2ഉം 1ഉം 3. അതിൽ ഏതെങ്കിലും ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ ത്രികോണത്തിന്റെ ഭംഗി മുഴുവൻ പോകും. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മുകളിലത്തെ വര കുറച്ച് കൂടുതൽ, താഴെ ചെറുതാണെങ്കിലോ ത്രികോണം ആവില്ല. ആ ത്രികോണത്തിന് ഭംഗി ഉണ്ടാവില്ല. ആ ത്രികോണത്തിന് ചാരുത കിട്ടണമെങ്കിൽ ഇത് 3ഉം ഒപ്പമാകുമ്പോഴാണ് സമത്രികോണം ആവുക. 3ഉം ഒപ്പം ആകണം. ആധ്യാത്മിക ആചാര്യന്മാർ പറയാറുണ്ട്, ആത്മാവിൻ്റെ രൂപം ത്രികോണാകൃതിയിലാണ്. ജരൽക്കാരു തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ കഥയിൽ ആത്മാക്കൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വീണ്ടും ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ത്രികോണാകൃതിയിൽ തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയാറുണ്ട്. അതിൽ സത്യമുണ്ട്. എന്താ, ആത്മാവിന് രൂപമില്ല. ആത്മാവിന് രൂപമില്ലെങ്കിൽ ശരി, എനിക്ക് വേറൊരാളോട് പറയണമെങ്കിൽ രൂപം ഉണ്ടാക്കി വേണ്ടി പറയണ്ടേ? വേറൊരാളോട് പറയാം രൂപമില്ലാത്തതിനെ പറ്റി മിണ്ടാൻ പറ്റുമോ? അതിന് ഭാവമില്ലല്ലോ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ശരീരം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി 5 ആള് മരിച്ചു. പൃഥ്വിതത്വം അവിടെ കിടക്കുന്നുണ്ട്, ജലതത്വമുണ്ട്. ഡെഡ് ബോഡിയിൽ ജലതത്വമുണ്ട്. അഗ്നിതത്വം അവിടേക്കാ പോയി. മരിച്ചു, ചൂട് ഇല്ലാതെയായി. എവിടേക്കാ അഗ്നിതത്വം പോയത്? പിന്നെ വായുതത്വം ഇല്ലേ, എവിടേക്കായി വായു പോയത്? ഏറ്റവും പ്രധാനമാണ് ആകാശതത്വം. ഇതങ്ങോട്ട് ദയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആകാശം എവിടേക്ക് പോയി? അതുവരെ ആകാശം എന്ന് പറഞ്ഞാൽ ബസ് കയറാൻ സ്പേസ് ഇല്ല. സ്പേസ് ആണല്ലോ. വെള്ളവും ഭൂമിയും പോലെയല്ല അഗ്നി, വായു, ആകാശം. അതിനെ ഹൈ ഫ്രീക്വൻസി ഫേസുകൾ എന്നാണ് പറയുക. അത് 3 ഈ കൂട്ടിടത്തിൽ വരില്ല. ഡെഡ് ബോഡിയിൽ ഇപ്പോൾ വരില്ല. അതിവിശാലമായ അർത്ഥത്തിൽ വരും കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ പറയാൻ ഇത് വേണമെന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ വല്ലാതെ കീഴ്പ്പെട്ടൊക്കെ പോകുന്നില്ല. ഇപ്പൊ കുറച്ച് പറയാം. ഹൈ ഫ്രീക്വൻസി ഫേസുകൾ 3 അതാണ് പുനർജന്മം എടുക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ രൂപം ത്രികോണാകൃതിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ന് പറയാൻ കവിതാത്മകമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അത്രേ അർത്ഥമുള്ളൂ. ശരിക്കും പഞ്ചഭൂതങ്ങളിൽ 5ൻ്റെ അകത്തും 5 ഉണ്ട്. അത് പറഞ്ഞാൽ തീരില്ല. ഈ 3 വേഗങ്ങളും കൃത്യമാവുന്നതുകൊണ്ടാണ്
ശാരീരികം, മാനസികം, ആധ്യാത്മികം 3 വരകളുണ്ട്, അല്ലെങ്കിൽ 3 പലകകളുണ്ട് ജീവിതമാകുന്ന ത്രികോണം. 3ൻ്റെയും വലിപ്പം ഒപ്പാവണം. നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്നുണ്ട്. കാരണം സ്വത്ത് മുതലേ അതിലെ ഓടി ഭ്രമിച്ച് ഈ ശാരീരികം എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം പോക്ക വളരെ ദുർബല. അത് ശ്രദ്ധിക്കാറില്ല. രോഗം വരും, ഡോക്ടറെ അടുത്തല്ലേ എന്താ വെച്ചാൽ മരുന്ന് കഴിച്ചു തരാൻ പറയും, 12 ഗുളിക വെച്ച് കഴിക്കും. ശാരീരികം സകല അവയവങ്ങൾക്കും വിശ്രാന്തി കൊടുത്ത് ആ ശാരീരികം എന്നുള്ള പ്രക്രിയ കൃത്യമാകണം. അതിന് കുറച്ച് കുറയുകയോ കൂടുകയോ ചെയ്യരുത്. ശാരീരികത്തിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുണ്ട് മാനസികം. രോഗങ്ങളിൽ 99% മാനസികം. ഞാൻ പറയും 100% എന്നാ സത്യം. മാനസികമല്ലാത്ത രോഗമില്ല. വേറെ ഏതോ പ്രഭാഷണത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രോഗം ആദ്യം എവിടെ ഉണ്ടാവുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ. പ്രോബ്ലം മാനസികം തന്നെയാണ്. കുടുംബത്തിലെ കാര്യം എന്താ എന്നോട് തുറന്നു പറയണം. ഒരു സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നാണ്. ഭർത്താവ് അപ്പുറത്തിരിക്കുന്നുണ്ട്. ഭർത്താവിനോട് നിങ്ങളൊന്ന് അപ്പുറത്തെ മുറിയിൽ പോയി ഇരിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധം സുഹൃത്താണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും. ഭർത്താവിൻ്റെ അമ്മ എങ്ങനെ സ്വഭാവം? അതുവരെ എന്നെ നോക്കിയിരുന്ന സ്ത്രീ കൃഷ്ണമണി ഒന്നങ്ങോട്ട് ഭർത്താവിൻ്റെ നേരെ പോയി. എന്നോട് പറയാമോ? അയാൾ പറയുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇത് ഭർത്താവിന് മനസ്സിലായി. ആദ്യം എന്നോടൊരു വരി പറഞ്ഞു, പിന്നീട് ഇനി ഞാൻ പുറത്തിരിക്കുകയുള്ളൂ, നിങ്ങൾ സംസാരിച്ചാൽ മതി. അപ്പം നിങ്ങൾ സംസാരിച്ചതുകൊണ്ട് ഗുണമുണ്ട്, രോഗം 90% മാറിയിരുന്നു. ഇനി നിങ്ങൾ സംസാരിച്ചാൽ മതി, എനിക്ക് കേൾക്കണ്ട. കൗൺസിലിങ്ങിന് വന്നവർ എന്തു പറഞ്ഞാലും പുറത്ത് പറയില്ല. വേറെ ആളോട് പറയുകയേ ഇല്ല എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനം. മാനസികമാണ് മുഴുവൻ. ഗുളിക കഴിച്ച് മാനസിക രോഗം ഒരുവിധം നിന്ന പോലെയാവും. എൻ്റെ ഒരു ഫ്രണ്ടാ. പിന്നീട് അയാൾക്കൊരാവശ്യത്തിന് അയാൾക്ക് നഗരത്തിൽ പോണ്ടി വരും. അയാൾ വിറ്റ വീട്ടിലാണ് താമസിക്കുക. അയാൾ ഒരാൾക്ക് വിറ്റാണ്, ആ പരിചയക്കാരൻ. തിരിച്ചു വന്നാൽ വീണ്ടും മാനസിക രോഗങ്ങളാകും. കാരണം ഇയാൾക്ക് ഇവിടെ വീടായിട്ടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഉണ്ടായിരുന്ന വീട് വിറ്റു, ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. ഇതുകൊണ്ടാണ് മാനസിക രോഗം വരുന്നത്. നടന്നു പോകുമ്പോൾ വലിയൊരു ബംഗ്ലാവ് കണ്ടു. ഇതാരാ? പഠിക്കണ കാലത്ത് എന്നേക്കാൾ മോശക്കാരനായിരുന്നു പഠിക്കാനൊക്കെ. അവൻ ഉണ്ടാക്കിയ ബംഗ്ലാവാണ്. ആ മാനസിക പ്രശ്നം കൊണ്ട് ത്വക്ക് രോഗം വരെയും വരും. ത്വക്ക് രോഗം അതായിട്ട് എന്താ ബന്ധം? ത്വക്ക് രോഗം വരില്ലേ? ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഊട്ടിയിലാണ് പറയുമ്പോൾ തണുത്ത് വിറങ്ങലിക്കുന്ന എങ്ങനെയാ? നിങ്ങളിപ്പോൾ ഊട്ടിയിലാകുന്നു, എന്തൊരു തണുപ്പല്ലേ എന്ന് പറയുമ്പോഴേക്കും നമ്മളിങ്ങനെ കുളിരോട് ചോദിക്കുന്നെന്താ? ഈ ഹിപ്നോട്ടിസം ജീവിതത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ശാരീരികം എന്ന ലൈനിന്റെ അത്ര തന്നെ ആയിരിക്കണം മാനസികം. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു അതുകൊണ്ട് കാര്യമില്ല.
മൂന്നാമത്തെ ഘടകം പലരും കേട്ടിട്ടേ ഉണ്ടാവില്ല. ആധ്യാത്മികം. അതെന്ത് ആധ്യാത്മികോ? അമ്പലത്തിൽ പോക്കോ? എനിക്ക് ആധ്യാത്മിക അമ്പലത്തിലൊക്കെ ഞാൻ പോകാറുണ്ട്. പുതിയ 2 അമ്പലത്തിൽ പോയി. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോക്ക് എന്നല്ല, അമ്പലത്തിൽ പോണതിന് എതിരുമല്ല. ഏതൊന്നിൻ്റെയും പിന്നിൽ ആധ്യാത്മികതയാണ്, തത്വചിന്ത. ഏത് കാര്യത്തിൻ്റെ പറകിലും അതിനൊരു ആധ്യാത്മിക വശമുണ്ട്. സ്പിരിച്വൽ എന്ന് പറയില്ലേ, അതിനല്ലേ സ്പിരിറ്റ് വന്നു. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മഭാവം എന്നല്ലേ സ്പിരിറ്റ്, അതല്ലേ സ്പിരിച്വൽ. ഈ ആധ്യാത്മികത്തിൻ്റെ ആ അളവിൽ നമുക്ക് അവിടെ സീറൽ ഒന്നുമില്ല. പിന്നെ എങ്ങനെ ത്രികോണം ശരിയാവുക? ത്രികോണത്തിന് ഇപ്പം പറയുന്നത് സമത്രികോണമാകണമെങ്കിൽ 3 ഒപ്പമാണെന്നിൽ പോയിട്ട് സ്പിരിച്വലോ ഏതൊന്നിനും സ്പിരിച്വലില്ലേ. സ്വത്തും മുതലും ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അതൊരു ശീലം. 10 പൈസ വിട്ടുകൊടുക്കില്ല ഒരാൾക്ക്. കിട്ടേണ്ട കാശിൽ 5 ഉറുപ്പ്യ കുറഞ്ഞ രാത്രി കിടന്നുറങ്ങില്ല. അതിനൊക്കെ മറുപടി ഉണ്ട്. പൈസയുടെ കാര്യത്തിന് കാശ് തന്നെ വേണ്ട എന്നൊക്കെ പറയോ? ഒക്കെ ശരി. എന്താ ജീവിതത്തിന്റെ അർത്ഥം? എത്ര കാലം ഇത് മുന്നോട്ട് പോകും? ആ കാര്യം ചെയ്തുകൊണ്ട് ഈ ലോകത്തിന് ദോഷമല്ലാതെ എന്താ ഗുണമുള്ളൂ? എത്രയോ പേരുടെ ജീവിതം, അവര് ഈ പ്രവർത്തനം കൊണ്ട് ലോകത്തിന് ഒരു ഗുണവും ഇല്ല, ദോഷമല്ലാതെ. ഗുണം എന്നൊരു കാര്യമേ ഇല്ല. സ്പിരിച്വൽ, ശാരീരികം, മാനസികം, ആത്മീയം, 3-ൽ ഏതെങ്കിലും ഒന്ന് കൂടാനും പാടില്ല. ശാരീരികം കൂടി. എൻ്റെ തൊട്ട വീട്ടിൽ ഒരു ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും താമസിക്കേണ്ട ഒരു കുട്ടിയുണ്ട്. അവർ എന്താ വ്യായാമത്തിനോ, ഞാൻ അവരെ തമാശയ്ക്ക് പറയാറുണ്ട്, ഗുസ്തി പിടിക്കാൻ പോവാന്ന്. ഗുസ്തിയോ ഇതൊക്കെ വേണം, വ്യായാമം വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കാര്യത്തിൽ ഓക്കെ, ആധ്യാത്മികതയും ഓക്കെ ആവണം. മനസ്സിന്റെ സ്വഭാവങ്ങളും ഓക്കെ ആവണം. ഇതിൽ ആധ്യാത്മിക എന്നുള്ളത് കേട്ടിട്ടേ ഇല്ല. പലിക്കണം എന്തിന്? മുതലുണ്ടാക്കാൻ. പുരാണ കഥാപാത്രങ്ങളിലൊക്കെ പരാജയം ഈ 3 സമത്രികോണത്തിൽ സമമാവാതെ വരുമ്പോൾ പറ്റിയ പരാജയമാണ് പുരാണ കഥകൾക്കൊക്കെ സംഭവിക്കുന്നത്. അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.